ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൻ്റെ പെരുമഴക്കാലമായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പഴയ ശക്തിയൊക്കെ ആർജിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടാതെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നപ്പോൾ എന്തേ വീഡിയോസ് ഇടുന്നില്ലേ, നിങ്ങൾ ചാനൽ നിർത്തിപ്പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് യൂട്യൂബിലാണെങ്കിലും കമൻറ്റിലൂടെയും പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സഞ്ചറിലും DM-ലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാതിരുന്നാലും നിങ്ങളെന്നെ മറക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുമ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, നിങ്ങളെ എന്തായാലും വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് യൂട്യൂബിൽ എന്താ പറയുക, ഒരു ചെറിയ ഫാമിലി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ചെറിയ ഫാമിലി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ എൻ്റെ ചാനലിലുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എന്തായാലും ഇനി ഞാൻ വിഷമിപ്പിക്കത്തില്ല. വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്നെ കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് വരും എന്നുള്ളത് എൻ്റെ ഒരു ധൈര്യമാണ്. ആ ധൈര്യം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയിട്ടല്ല, മറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ കയറി മാന്തും എന്നുള്ള കാര്യം പലർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതും എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മളെക്കുറിച്ചാണെങ്കിലും, നമ്മളെക്കുറിച്ചൊന്നും പറയണ്ട, എന്നെക്കുറിച്ച് തന്നെ പറയാം. ഇന്ന് എന്നെക്കുറിച്ച് പലരും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഞാനതിനൊന്നും കൃത്യമായിട്ട് മറുപടി പറയാനോ അത് ശ്രദ്ധിക്കാൻ പോലും ഞാൻ പോകാറില്ല. കാരണം വിശദീകരിച്ച് കാരണം പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയാം. നമ്മളെപ്പോഴും കാണാറുണ്ട്, റോഡിലൊക്കെ ആന പോകുമ്പം വഴിയിൽ നിൽക്കുന്ന തെരുവ് നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. പക്ഷേ ആന അത് ശ്രദ്ധിക്കാറില്ല. കാരണം ആനയ്ക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് ആനയെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാനത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊരു ആനയാണ്. നിങ്ങൾ കാണുമ്പം ഞാൻ ചെറുതാണെങ്കിലും ഞാനൊരു ആനയാണെന്നുള്ള സ്വയം ബോധ്യത്തിൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. പറയുന്ന പലരെയും നമ്മൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ എൻ്റെ ഫാമിലി പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫാമിലിയിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നീ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല, ഇത് നീ സ്വയം തിരഞ്ഞെടുത്ത ഒരു പ്ലാറ്റ്ഫോം അല്ലേ, ഇത് നിൻ്റെ പാഷൻ അല്ലേ, നിനക്ക് ചെയ്തുകൂടെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നീ ഇങ്ങനെ ഇരിക്കരുത്, ഇതിൽ നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ല അവർക്ക്. ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്താൽ ഞാൻ മോശക്കാരിയാണ്, ഒരു റീല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കാട്ടി വലിയ മോശക്കാരിയാണ് എന്നുള്ള രീതിയിൽ എന്നെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ മോശക്കാരിയായിട്ട് ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. അതാണ്, ആന പോകുമ്പോൾ ചില പട്ടികൾ കുരയ്ക്കും, സത്യമാണ്. ഇങ്ങനെയൊക്കെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. സമൂഹത്തിനോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ലാത്ത ആൾക്കാർ ഞാനൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങളായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിനെ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് രാഷ്ട്രീയം അവർക്കൊരു പ്രൊഫഷനാണ്. ചിലർക്ക് രാഷ്ട്രീയം പണമുണ്ടാക്കാനൊരു മേഖലയായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ മറ്റു ചിലർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര സേവനമാണ്. എന്നാൽ ഈ രാഷ്ട്രീയത്തെ പണമുണ്ടാക്കാനുള്ളൊരു മേഖലയായിട്ട് കാണുന്നവരുടെ വിചാരം എന്ന് പറയുന്നത് അവരെന്തോ വലിയൊരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലോ കുടുംബത്തിലോ ചിലപ്പോൾ കുടുംബത്തിൽ വിവരമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു വലിയ സംഭവമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് എന്നും പറഞ്ഞ് പൊക്കി തലയെ വെച്ചുകൊണ്ട് നടക്കുമായിരിക്കും. പക്ഷെങ്കിൽ അവർക്ക് കുടുംബത്തിൽ മാത്രമേ അങ്ങനെ ഒരു വില ഉണ്ടാവുള്ളൂ. അത് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഉള്ളതെങ്കിൽ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിലോ കൂട്ടുകാർക്കിടയിലോ നാട്ടിൽ പോലും അവർക്ക് യാതൊരു വിലയും ഉണ്ടാവത്തില്ല. ഒന്ന് സൈലന്റ് ആയിട്ട് ഇറങ്ങി ആ നാട്ടിൽ കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല രാഷ്ട്രീയക്കാരുടെയും വില എന്താണെന്നുള്ളത്.
നമുക്കറിയാം, നമ്മൾ തന്നെ പലരെ കുറിച്ച് നമ്മൾ പലതും പറയണം. നമ്മൾ ജയിപ്പിച്ചു വിട്ട ആൾക്കാരെ കുറിച്ച് തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇല്ലേ, ഇപ്പം ഞങ്ങൾ പറയുന്നത് പോലെ. അപ്പോൾ അവരെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ വാല്യൂ അവിടെ എന്താണെന്നുള്ളത്. പക്ഷേ അവർ എന്താ പറയുക, സ്വയം സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വെള്ളയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞാനിത് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്തരത്തിലൊരു കാര്യം സംസാരിക്കുമ്പം ഈ രാഷ്ട്രീയം പണമുണ്ടാക്കാനുള്ള മേഖലയാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? എനിക്കെതിരെ സംസാരിക്കും, എനിക്കെതിരെ കമൻ്റ് ഇടും. പക്ഷെ ഇതൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല. കാരണം രാഷ്ട്രീയം ഒരു മാനുഷിക സേവനമായിട്ട് കണക്കാക്കി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ നേരമില്ല. അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കൈയിട്ട് വാരേണ്ട ആവശ്യം വരുന്നില്ല. മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക്. അധികാരം മോഹിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും മാനുഷിക സേവനത്തിൻ്റെ വില അറിയില്ല. മറ്റൊരാളുടെ ജീവിതം വെച്ച് കുഞ്ഞു കളിക്കുമ്പം അതിൻ്റെ വിലയും അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ ഞാനൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന പലരും എനിക്കെതിരെ കമൻ്റ് ഇടും, എനിക്കെതിരെ സംസാരിക്കാൻ വരും. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ആർക്കിട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴാണല്ലോ ആർക്കിട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊള്ളുന്നത്. ആ കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഞാനത് പറയുന്നത്. അത് കൊള്ളണം, കൊണ്ടാലേ എന്താ പറയുക, നമുക്കൊരു മനസ്സുഖം കിട്ടത്തുള്ളൂ. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചൂടാറില്ല. മറിച്ച് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. ആർക്ക് നാണക്കേട്, ആർക്ക് മാനക്കേട്, ഞാനിനി എത്ര മോശക്കാരിയാണെന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ നന്നായിട്ടറിയാം. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരുടെ കയ്യിൽ നിന്നും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാം എന്ന് ഞാൻ എങ്ങും എഗ്രിമെൻ്റ് എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എത്ര മോശക്കാരി ആയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യും. അങ്ങനെ ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇനി ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പലരോടുമുള്ള വാശി തന്നെയാണ് ഇനി എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം അറിയാം, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറയുന്ന എൻ്റെ ഫോളോവേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എനിക്കൊപ്പം നിൽക്കും. വിജയിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും അവരൊപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നും ഈ നിമിഷം വരെയും ഞാൻ ആരെയും പേടിച്ചല്ല ജീവിച്ചത്. ഇനിയും ആരെയും പേടിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ കുറച്ച് നാൾ യൂട്യൂബിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും പേടിച്ച് മാറി നിന്നതാണെന്ന്. പക്ഷെ പേടിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഇന്ന് വരെ ഞാൻ ആരെയും പേടിച്ചിട്ടില്ല. എൻ്റെ അപ്പൻ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. പെണ്ണാണ്, ഒതുങ്ങി ഒരു മൂലക്കിരുന്ന് മറ്റുള്ളവർ പറയുന്നത് വാക്കൈ പൊത്തി അനുസരിച്ച് ജീവിക്കാനുമല്ല. എന്നും കണ്ട് ആരെയും അനുസരണം ഇല്ലാതെ ജീവിക്കണമെന്നുമല്ല എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരടാൻ ചോദിച്ചാൽ എന്തടാന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കാനുള്ള പ്രാപ്തിയിൽ എത്തിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ എന്നെ. അങ്ങനെയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് ഒരുത്തരെയും പേടിയില്ല, ഒരുത്തനെയും എനിക്ക് പേടിയില്ല. പൂർവാധികം ശക്തിയോടെ നല്ല വാശിയോട് കൂടിയിട്ട് ഞാൻ ഇനിയും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ, കാരണം അവരെ ബാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പം അത് ചെയ്യാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, വല്ലാത്തൊരു മനസ്സുഖമാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കും. നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഒരു പറ്റത്തോടെ നമുക്ക് നേരെ വരുമ്പം ഒരൊറ്റ കാര്യം ഞാൻ ചിന്തിക്കത്തുള്ളൂ. നമ്മൾ നാഷണൽ ജോഗ്രഫി ചാനൽ നമ്മൾ കാണാറുണ്ട്. ആ ചാനലിൽ ഇങ്ങനെയാണ്, നല്ല നോയ്സ് ഉണ്ടാവും കേട്ടോ, വണ്ടിയൊക്കെ പുറത്ത് പോകുന്നതിൻ്റെയൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, നാഷണൽ ജോഗ്രഫി ചാനൽ നമ്മൾ കാണാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചാനലുമാണ്. അതിൽ ഈ കാട്ടുപോത്തിൻ്റെ കൂട്ടം ഒന്നിച്ച് വരുമ്പം സിംഹികൾ 3, 4, 5 സിംഹികൾ ഒന്നിച്ചായിരിക്കും ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. സിംഹം ഒറ്റയ്ക്കാണ് വരുന്നത്. ഞാൻ സിംഹികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ആക്രമിക്കാനായിട്ട് 4 ഭാഗത്തു നിന്നും വരുമ്പോൾ ഇവർക്കറിയാം ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഒറ്റപ്പെടുമെന്നുള്ള കാര്യം അറിയാം. ഈ സിംഹികൾക്കറിയാം ഒരെണ്ണം ഒറ്റപ്പെടും, അതുകൊണ്ട് ഇന്നത്തെ കാര്യം കുശാൽ. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള എന്താണ്, ആ കാട്ടുപോത്തിനെ അവർ ആക്രമിക്കും, അവരുടെ ഭക്ഷണമാക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കാട്ടുപോത്തിൻ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണം ഒറ്റപ്പെട്ട് ഈ സിംഹിക്കൂട്ടങ്ങൾക്കിടയിൽ പെട്ടുപോകുമ്പോൾ അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ തിരിഞ്ഞു നിൽക്കും. ആ തിരിയുന്ന നിമിഷം സിംഹികളുടെ പതർച്ച അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും എടുത്ത് നോക്കിക്കോ, വ്യക്തമായിട്ട് സിംഹികളുടെ പതർച്ച കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു 100 പേര് ഒന്നിച്ച് എത്ര എതിരായിട്ട് വന്നാലും ഒന്ന് തിരിഞ്ഞു നിന്നാൽ അടി പതറാനുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഇനിയും മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും ഉണ്ടാവും. നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുക കെയറിങ്ങും ഒക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കൂട്ടിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ, മറ്റുള്ളവരും കൂടെ കാണട്ടെ, അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കും വീഡിയോസ് ചെയ്യാനൊരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും. വേറെന്താണ്, ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനെയും പേടിയില്ല, ഒരു രാഷ്ട്രീയക്കാരനെയും പേടിയില്ല, ഒരു രാഷ്ട്രീയക്കാരനെയും പേടിയില്ല. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. പിന്നെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒരു ധൈര്യമാണ്. ഒരുത്തനും അധികം കയറി മാന്താൻ വരത്തില്ല. ഇനി അഥവാ മാന്താൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ട് കൊടുക്കും. ബാക്കി കാര്യം നമ്മൾ ചെയ്യണ്ട, അവരെങ്ങനെ ചെയ്തോളും. നമ്മൾ പറയില്ലേ, നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പം ഒരു സിംഹം വന്നാൽ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ നിന്ന് കൊടുത്താൽ മതി, എല്ലാം സിംഹം ചെയ്തിട്ട് പോക്കോളും എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയ അങ്ങ് ചെയ്തോളും. ആ ഒരു ഉറപ്പും ധൈര്യവും ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരുത്തരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഞാൻ വീഡിയോസ് ഇടും, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യും. വാശിയോട് കൂടിയിട്ട് ചെയ്യും, വാശിയോട് കൂടിയിട്ട്. തളർത്താനും തകർക്കാനും ആരുടെയും മുന്നിൽ നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ പൂർവാധികം ശക്തിയോടെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. അതെനിക്കും ഒരു ഉന്മേഷമാണ് വീഡിയോസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കമൻസ്, ഷെയർ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും മറ്റടിപൊളി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു.